ഷെഫിൻസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. MG കോമറ്റ് വെഹിക്കിൾസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ മീറ്റ് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവർ ഞങ്ങളെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആലുവയിൽ വെച്ചായിരുന്നു. ഇക്കുറി അത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ വെച്ചാണ്. ലുലു ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ബോൾഗാട്ടിയിലെ. അവിടെ ബോൾഗാട്ടി ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് MG ഒരുക്കുന്ന കാറ് കൊണ്ടുള്ളൊരു പൂക്കളത്തിന് വേണ്ടിയിട്ടാണ് ഇക്കുറി ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണ കോമറ്റിൻ്റെ കസ്റ്റമേഴ്സ് മാത്രമല്ല, വിൻസർ അവരുടെ ഏറ്റവും ജനപ്രിയമായ 2 EV വെഹിക്കിൾസിൽ പ്രധാനപ്പെട്ട വെഹിക്കിൾസാണ് കോമറ്റും വിൻസറും. അപ്പോൾ ഞങ്ങൾ ഹയാത്തിലെത്തി. ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടി. 91 ഞങ്ങളുടെ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. അവിടെ ഹയാത്തിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് വിട്ടു. അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ സ്ലോട്ടിൽ കൊണ്ടുപോയി നമ്മൾ കാറ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ ഓരോ കാറ് ഇടേണ്ട രീതികൾ അവിടെ വരച്ചിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഞാനും കൊണ്ടുപോയി കാറ് അവിടെ പാർക്ക് ചെയ്തതാണ്. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഏതാണ്ട് മധ്യത്തിലായിട്ട് ഒരു സർക്കിളിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. സർക്കിൾ ഷേപ്പിലാണ് എൻ്റെ വണ്ടി ഇടാൻ പറഞ്ഞത്. അങ്ങനെ വിൻസർ കാറുകളും കോമറ്റ് കാറുകളും കൊണ്ട് ഹയാത്ത് ബോൾഗാട്ടി ഗ്രൗണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 350ഓളം വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ ഒരു 5 പേരെങ്കിലും വീതം കുറഞ്ഞത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 പേരാണ് പോയത്. വൈഫും മകനും ഉണ്ടായിരുന്നില്ല. അവരുടെ ഓഫീസിൽ നിന്ന് വേറെ ടൂർ പോയതുകൊണ്ട് ഞങ്ങളൊപ്പം അവരുണ്ടായില്ല. ഏതാണ്ട് കണ്ട ഈ വാഹനങ്ങളിൽ ഏതാണ്ട് 5 പേരെങ്കിലും കുറഞ്ഞത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 350 വാഹനങ്ങളിൽ വന്ന ആളുകളും ആ 350 വാഹനങ്ങളും അവിടെ നിറഞ്ഞു കവിഞ്ഞു. MG ഗ്രൂപ്പിൻ്റെ ഈ വർഷത്തെ തീമാണ് ഓണം ആവാഹനം. അതോടൊപ്പം അനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയാണ് ഓണം MG കാർക്കളം. അതിനായിട്ടാണ് നമ്മളെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിനുള്ള ഒരു കമാനമാണ് നമ്മൾ കാണുന്നത്. ഓഡിറ്റോറിയത്തിനകത്ത് വിവിധങ്ങളായ പരിപാടികൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. കയറുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് അവിടെ അതിവിപുലമായ ലഘുഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മധുരമുള്ളതും എരിവുള്ളതുമായ പലതരം സ്നാക്സ്, ചായ, കോഫി, പിന്നെ ഓണപ്പൂക്കളം. അതുപോലെ അവിടെ വിവിധതരം ആക്ടിവിറ്റീസുകൾ വരുന്ന കുട്ടികൾക്കും ഈ ക്ലേ കൊണ്ട് ഓണത്തപ്പനെ ഉണ്ടാക്കാനുള്ള ഒരു ആക്ടിവിറ്റി, അതുപോലെ വരുന്നവരുടെ കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്ന ഒരു സംഭവം, പിന്നെ വഞ്ചിയിലിരുന്ന് സെൽഫി എടുക്കാനുള്ള ഒരു അവസരം. അതുകൂടാതെ MGയുടെ പലതരം കാർ പ്രോഡക്ട്സുകൾ വാങ്ങാനുള്ള അവസരം. ബുഫേ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകളെല്ലാവരും സ്നാക്സ് എല്ലാം കഴിച്ചിട്ടാണ് പരിപാടിക്ക് കയറാൻ പോകുന്നത്.
വിവിധങ്ങളായ സ്നാക്സുകൾ എല്ലാം അവരവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പതുക്കെ ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഓഡിറ്റോറിയത്തിനകത്ത് കണ്ടോ പലതരം പരിപാടികൾ, കലാപരിപാടികൾ, മത്സരങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആർപ്പുവിളി മത്സരം നടത്തി, അതുപോലെ ഓണപ്പാട്ട് മത്സരം, അങ്ങനെ പലതരം മത്സരങ്ങൾ അവിടെ, ഗെയിമുകൾ, കസേര കളി, വട്ടം വലി, അങ്ങനെ പലതരം മത്സരങ്ങളൊക്കെ അവിടെ നടന്നു. ഇതിനിടയ്ക്ക് മുളകളിൽ തീർത്ത സംഗീതോപകരണങ്ങൾ കൊണ്ട് വയലി ബാൻഡിൻ്റെ വേറിട്ട ഒരു മ്യൂസിക് പെർഫോമൻസും ഉണ്ടായിരുന്നു. കാർക്കളത്തിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളിലേക്ക് എല്ലാ കാറുകളും അവിടെ പരമാവധി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 350ഓളം കാറുകൾ അവിടെ ഇപ്പോൾ അണിനിരന്ന് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാർക്കളമെന്ന് മനസ്സിലാവും. ഇത് ഇന്ത്യൻ റെക്കോർഡ്സിലും അതുപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന റെക്കോർഡ് ഏതാണ്ട് 320 കാറുകളുടെ റെക്കോർഡാണ്. അത് തകർത്തുകൊണ്ട് 350 കാറുകൾ പങ്കെടുത്തു. അങ്ങനെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇത് കയറിയിരിക്കുകയാണ്.
അങ്ങനെ നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. 350ഓളം കാറുകൾ അണിനിരുന്ന ആ കാർക്കളം ഇതാ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഡ്രോൺ വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 350ഓളം വാഹനങ്ങൾ, ഇതിനകത്ത് കോമറ്റ് വാഹനങ്ങളും വിൻസർ വാഹനങ്ങളുമാണ് പങ്കെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോമറ്റിൻ്റെയും വിൻസറിൻ്റെയും കസ്റ്റമേഴ്സാണ് ഇതിൽ പങ്കെടുത്തത്. അങ്ങനെ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും കടന്നിരിക്കുകയാണ്. നിലവിലുള്ള റെക്കോർഡ് 320 കാറുകളുടെ കളമാണെങ്കിൽ ഇത് 350 കാറുകൾ കൊണ്ടുള്ള ഒരു കാർക്കളമാണ് തീർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുവാൻ നമുക്ക് ഒരവസരം ഒരുക്കി തന്ന MG ഗ്രൂപ്പിന് ആദ്യമേ തന്നെ നല്ല ഒരു നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമാക്കുവാൻ സാധിച്ചതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. അങ്ങനെ MG കോമറ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ എന്ന നിലയിൽ MG വാഹനം തിരഞ്ഞെടുക്കാൻ ഞാനെടുത്ത ആ തീരുമാനം വളരെ ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും MG വാഹനം, അതായത് കോമറ്റ്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സൗകര്യപ്രദവും വളരെയധികം കംഫർട്ട് തരുന്ന ഒരു നല്ല ഒരു വാഹനമാണ്. എന്തായാലും ഇത്തരമൊരു പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ അവസരം തന്ന MG ഗ്രൂപ്പിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ഇത്. അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് ഞങ്ങളെല്ലാവരും ഉച്ചയോടുകൂടി പിരിഞ്ഞു. നല്ല ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഇത്.